അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബഡ്ജറ്റായിട്ട് ഒരു നല്ലൊരു നെക്ക് ബാൻഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ബോട്ടിൻ്റെ ഒരു നെക്ക് ബാൻഡാണ്. ഇത് ബഡ്ജറ്റായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡാണ്. ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്കിതൊന്ന് ആദ്യം ഇതിൻ്റെ പാക്കിങ്ങിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ബോട്ട് റോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് എത്തിയിട്ട് ഒരു 2-3 ദിവസമേ ആയിട്ടുള്ളൂ. സോ നമുക്ക് ഇത് ബോട്ടിൻ്റെ സാധനമാണ്. അപ്പോൾ പല കമ്പനിയുടെ ഓഫറായിട്ട് നിങ്ങൾക്ക് ആമസോണിൽ കിടപ്പുണ്ട്, പക്ഷേ ഞാൻ ബോട്ടാണ് എടുത്തത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പാക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പാക്കിങ്ങിൽ തന്നെയാണ് അവർ അയക്കുന്നത്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല ഒരു അടിപൊളി ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വന്ന ആക്സസറീസ് നോക്കാം. ആദ്യം വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, വാറണ്ടി കാർഡുമാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് ആദ്യം വന്നത്. പിന്നെ അതിൻ്റെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ, USB കേബിൾ വരുന്നുണ്ട്. ടൈപ്പ് സി ആണ്. പിന്നെ ഒരു 2 പെയർ ഓഫ് ഇയർ ബഡ്സ് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ചെവിയുടെ സൈസിനനുസരിച്ച് ഇടാവുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒരു ഹെഡ്സെറ്റ് ഒന്ന് എടുത്തു നോക്കാം. നമ്മുടെ നെക്ക് ബാൻഡ് ഒന്ന് എടുത്തു നോക്കാം. നെക്ക് ബാൻഡ് എടുക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഒട്ടും വെയിറ്റ് തോന്നിക്കുന്നില്ല. പിന്നെ മാഗ്നറ്റിക് സ്ട്രിപ്പൊക്കെയാണ്. പിന്നെ ആ ഒരു കൊമ്പുണ്ടല്ലോ, അത് നമുക്ക് അഴിച്ച് മാറ്റാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഓണാക്കാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. പാട്ടിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഇത് മാറ്റാനും ഉള്ളത്, അതായത് പാട്ട് മാറ്റാനും ഉള്ളൊരു സ്വിച്ച് ഉണ്ട്. ഇതാണ് ടൈപ്പ് സി കേബിളിൻ്റെ പോർട്ട് എന്ന് പറയുന്നത്. ടൈപ്പ് സി വെച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജർ കൊണ്ടുനടക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതാണ് എടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു USB കേബിൾ അല്ലെങ്കിൽ വേറെ ട്രാവൽ അഡാപ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. സോ അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിന് നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട് തരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇതിനനുസരിച്ചുള്ള ഇയർബഡ്സ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി കിട്ടും. കാരണം ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇളവി പോകുന്നുണ്ട്. കാരണം ഓരോ ആളുകളുടെ സൈസിൻ്റെ ചെവിയുടെ ഒരു ഹോളിൻ്റെ വലിപ്പം അനുസരിച്ചാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എനിക്ക് സംഭവം ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ഇളവി പോകുന്നില്ല. നമുക്കിത് വെച്ച് വേണമെങ്കിൽ ജോഗിങ് ചെയ്യാം, പുഷപ്പ് എടുക്കാം, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ട്രിപ്പിൾ ബേസിനെ കുറിച്ചാണ്. ബേസ് എന്ന് പറയുമ്പോൾ ഒരു അസാധ്യ ബേസ് തന്നെയാണ് കിട്ടുന്നത്. മിവിയുടെ ഈ ഒരു നെക്ക് ബാൻഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ട്രിപ്പിൾ കൂടുതലാണ്, പക്ഷേ ബേസ് കുറവാണ്. പക്ഷേ നമ്മുടെ ബോട്ടിൻ്റെ ഈ ഒരു ഹെഡ്സെറ്റിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പിൾ ഒരു മീഡിയം ലെവലാണ്. ഓവർ ട്രിപ്പിളും ഇല്ല, എന്നാൽ കുറവ് ട്രബിളും അല്ല. പക്ഷേ നമുക്ക് ബേസ് നല്ല രീതിയിലുള്ള ബേസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ബാസ് ബൂസ്റ്റഡ് സോങ്സ് ഒന്ന് അടിച്ച് നോക്കി കഴിഞ്ഞിട്ട് ആ ഒരു സോങ് നിങ്ങൾ ഇതിൽ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു സംഭവം തരുന്നുണ്ട്. പ്ലേ ബാക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 40 മണിക്കൂറാണ് അവർ പറയുന്നത്. അതായത് ഏകദേശം ഒരു 2 ദിവസം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 ഡിവൈസ് ഒരേ സമയത്ത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അതിൽ തരുന്നുണ്ട്. 2 ഫോണുകൾ അല്ലെങ്കിൽ 2 കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഒരേ സമയത്ത് ഈ ഒരു നെക്ക് ബാൻഡിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ടൈപ്പ് സി കേബിളാണ്. അതിലൊക്കെ എന്ന് പറയുമ്പോൾ മൈക്രോ USB ആണ് വരുന്നത്. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് സി കേബിളാണ് ഈ ഒരു നെക്ക് ബാൻഡിൽ വരുന്നത്. പിന്നെ പറയാനുള്ള എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ ഒരു 2 കട്ടയുടെ ആവശ്യം ഇല്ലായിരുന്നു. അവർക്ക് ഇത് കുറച്ചിട്ട് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് ഇറക്കായിരുന്നു. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഈ വയറെന്ന് പറഞ്ഞാൽ വളരെ കനം കുറഞ്ഞ വയറാണ്. സോ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ബെൻഡായി പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മുടെ മിവിയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നല്ല കട്ടിയുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിയായിരിക്കും അവരിത് ചെയ്തത്. എന്ത് പറഞ്ഞാലും പല രീതിയിലുള്ളൊരു നെക്ക് ബാൻഡ് തന്നെയാണ് ബോട്ടിൻ്റെ ഈ ഒരു നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. സ്വെറ്റ് റെസിസ്റ്റൻറ്റും വാട്ടർ റെസിസ്റ്റൻറ്റുമാണ് എന്നും പറഞ്ഞ് ഇത് ഫുള്ളെടുത്ത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഇത് അടിച്ചു പോകും. ഫുള്ളല്ല, നമ്മൾ ജസ്റ്റ് ഈ ഒരു ജോഗിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ വേർക്കുമല്ലോ, ആ വേർപ്പ് ഒക്കെ ഇത് താങ്ങാനുള്ള ശേഷി ഉണ്ടെന്നാണ്. ചില ആളുകൾ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും എടുത്ത് ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് അതിൽ മുക്കി നോക്കിയിട്ട് ഇത് അടിച്ചു പോകുമെന്ന് നോക്കും. ഉറപ്പായിട്ടും അടിച്ചു പോകും. ഇത് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ വരെ ഔട്ട്പുട്ട് തരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബോട്ടിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്തവർക്ക് അറിയാൻ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയാണ്. അത് മാത്രമല്ല അവരുടെ ആ ഒരു ഡിസൈനും ബാക്കി കാര്യങ്ങളൊക്കെ കൊള്ളാം. അപ്പം ഈ ഒരു ഹെഡ്സെറ്റ് നെക്ക് ബാൻഡ് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ 999 രൂപ അല്ല 900 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇതിലും കിടിലും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.